ബട്ടർഫ്ലൈ എന്റർടൈൻമെന്റ്സിൽ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ വേറെ ആരുമല്ല, ആറാട്ടണ്ണൻ. വെൽക്കം ടു ദ ഷോ. ഹായ്. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. പണ്ട് ഫാദർ കല്യാണിന് മുമ്പ് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്തോന്ന് അസ്ട്രി എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായി. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ആളാണ്. ദാസാ, ഈ ചെക്കന്റെ സംസാരം എനിക്ക് തീരെ പിടിക്കില്ല കേട്ടോ. പകുതി കെട്ടിയിലായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നോ? എനിക്ക് അങ്ങോട്ട് താല്പര്യം, ഇങ്ങോട്ട് വരണുണ്ട്. അപ്പൊ ഇപ്പം വേറെ ആരാ ക്രഷ്? ഇപ്പൊ ആരുമില്ല, മതിയായി. മതിയായി. ക്രഷിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത്. ഒരു ന്യൂസ് കണ്ട് മീനെ കല്യാണം പണ്ടത്തെ അല്ലേ, പഴയ ന്യൂസ് അല്ല. ഇല്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കൊച്ചാ നിന്നോട്? എന്നെ വെറുതെ വിട്ടാറ്. അപ്പൊ ഇപ്പൊ ആരെയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നിലവിൽ ആരും ക്രഷും ഇല്ല. ഒന്നും നടക്കില്ലെന്ന് മനസ്സിലായി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പക്ഷെ വേറെന്തോ ഞാൻ കണ്ടായിരുന്നു, ഐശ്വര്യലക്ഷ്മി ഉമ്മ കൊടുക്കണമെന്നോ. അത് പണ്ട് പറഞ്ഞ കാര്യമാണ്. എല്ലാം പണ്ടൊന്നും പെൺകുട്ടി നോക്കുന്നത് സിക്സ് പാക്ക് ബോഡിയും പിന്നെ നമുക്ക് കാസ്റ്റും ഇതൊക്കെയാണ് നോക്കുന്നത്. ആർട്ടനും അതിലേ നോക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരും നല്ല ബോഡി ഷേപ്പുള്ള പെൺകുട്ടികളെ കാണുമ്പോഴേ എന്നെ പോയിട്ട് ക്രഷാണ്, ക്യൂട്ടാണ്, ഹോട്ടാണെന്നൊക്കെ പറയുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇനി പെരേരക്ക് ചാൻസ് ഉണ്ട്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. പെരേര സ്ത്രീ വിഷയത്തിൽ ഒരു വലിയ ആൾ തന്നെയാണ്. ഭയങ്കര താല്പര്യം പുള്ളിക്കാം. വെച്ചല്ലേ അവന് എന്താണ് ഈ മൈമനമ്പിയാണ് കൈ കൊടുത്തപ്പോ അവന് സുഖം കിട്ടിയെന്ന് ആണല്ലോ. നമ്മൾ വളരെ നിഷ്കളങ്കമായ രീതിയിലാണ് കൊടുക്കുന്ന ഒരു നല്ല ഉദ്ദേശത്തിൽ ഗുഡ് ടച്ച് ആണ്. എന്നാൽ പെരേര കൈ കൊടുക്കുമ്പോൾ ബാഡ് ടച്ച് ആണ്. ഓക്കേ, അപ്പൊ ഉപദേശിച്ചിട്ടൊന്നുമില്ലേ? ഫ്രണ്ട് അല്ലേ? അവന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് നില നമ്പിയാറാണ്. ഫാൻ ബോയ് ആണോ? ഫാൻ ബോയ് ഒന്നല്ല, മറ്റേ രീതിയില്ല. മറ്റേ രീതി. ഫോറിൻ കൺട്രീസിലാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അട്രാക്ഷൻ തോന്നി. ഐ ലൈക്ക് ടു സെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പറയാൻ ഞാൻ അടിക്കും. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇപ്പൊ വീഡിയോസ് വരുമ്പോ ആർട്ടൻ അങ്ങോട്ട് ആക്ടേഴ്സിന്റെ പുറകെ ഇങ്ങനെ പോയിട്ട് കൈ കൊടുക്കുമ്പോ ഒന്നെങ്കിൽ അവര് മൈൻഡ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആകെ മൈൻഡ് ചെയ്ത് പോയ ഷാനി ചെയ്യപ്പെടാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. കോഴിക്കോടുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ. കാരണം അവർ ശുദ്ധ മനസ്കരാണ്. ഈ തെക്കോട്ട് പോകുന്ന ആൾക്കാരെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. മോശമായി പോയി. പിന്നെ ആർട്ടണിന്റെ ഇടയ്ക്ക് വണ്ടി എന്തോ ആരോ വൃത്തികേടാക്കിയിട്ടില്ലായിരുന്നോ? അതെന്തുവായിരുന്നു സംഭവം? അത് വണ്ടി മാത്രമല്ല, എന്നെയും വൃത്തികളാക്കാറുണ്ട് ആൾക്കാർ.